പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ചീത്തപ്പേര് കേട്ടതാണ് കിഫ്ബി. കിഫ്ബി വഴി എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം തിരിച്ചടിക്കാൻ സമയമായിരിക്കുന്നു. പുതിയ സർക്കാരിന്റെ കീഴിൽ കിഫ്ബിയുടെ ഭാവി എന്താകുമെന്നതിലാണ് ആശങ്കയുള്ളത്. ഭരണാനുമതി നൽകിയ 1,00,000 കോടിയോളം രൂപയുടെ പദ്ധതികൾ പലതും പാതി വഴിയിലാണ്. ഇത് മുന്നോട്ട് കൊണ്ടുപോകുവോ അതോ ഉപേക്ഷിക്കണോ എന്നതാണ് സതീശൻ സർക്കാരിന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. കിഫ്ബി നിയമനങ്ങളിലും സാമ്പത്തിക ഇടപാടുകളിലും അന്വേഷണം നടത്തുമോ എന്നതിലും ആകാംക്ഷയാണ്. ആ അന്വേഷണം നടന്നാൽ ആദ്യം മുഖ്യൻ മുതൽ മരുമകൻ വരെ അകത്താകുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ എതിർത്ത പദ്ധതികളോടും നയങ്ങളോടും ഭരണത്തിലെത്തിയപ്പോൾ UDFന്റെയും മുഖ്യമന്ത്രി VD സതീശന്റെയും നിലപാട് എന്ത് എന്നത് നിർണായകമാണ്. വായ്പകളിലുള്ള തിരിച്ചടവ് ഈ വർഷം തുടങ്ങാനിരിക്കവേ കിഫ്ബിയിൽ എന്ത് പൊളിച്ചെഴുത്ത് നടത്തും എന്നാണ് പ്രധാന ചോദ്യം. കഴിഞ്ഞ 10 വർഷം LDF സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ നിരവധി ആരോപണങ്ങൾ മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെയുള്ള UDF നേതാക്കൾ ഉന്നയിച്ചിട്ടുള്ളതാണ്. ജനദ്രോഹമെന്ന് മുദ്രകുത്തി എതിർത്ത കേരയിൽ പോലെയുള്ള പദ്ധതികളുണ്ട്. തങ്ങൾ അധികാരത്തിൽ വന്നാൽ പിൻവലിക്കുമെന്ന് പറഞ്ഞ നികുതി വർധനങ്ങളുണ്ട്. പുതിയ സർക്കാർ ഭരണ നിർവഹണത്തിലേക്ക് കടക്കുമ്പോൾ അക്കാര്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിണറായി സർക്കാരിന്റെ ധനമാനേജ്മെന്റിനെ കുറിച്ചുള്ള UDF വിമർശനങ്ങളിലെ കേന്ദ്ര ബിന്ദുവായിരുന്നു കിഫ്ബി. ബജറ്റിന് പുറത്ത് അടിസ്ഥാന സൗകര്യ വികസന രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾക്കെന്ന പേരിൽ നയനാർ സർക്കാർ തുടങ്ങുകയും പിണറായി സർക്കാർ ശക്തിപ്പെടുത്തുകയും ചെയ്ത കിഫ്ബി പോകെ സർക്കാർ പദ്ധതികളുടെ പ്രധാന നടത്തിപ്പുകാരായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. റോഡുകൾ, പാലങ്ങൾ, ദേശീയപാത വികസനം തുടങ്ങിയ തുരങ്കപാത വരെ നീളുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന വികസന പദ്ധതികളുടെ നീണ്ട നിര തന്നെ കിഫ്ബിക്ക് കീഴിൽ യാഥാർത്ഥ്യമായപ്പോഴും കേരളത്തെ കടക്കടിയിലേക്ക് തള്ളിവിടുന്നത് കിഫ്ബിയിലൂടെയായിരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവായിരുന്ന സതീശൻ അന്ന് പ്രധാനമായിട്ടും വിമർശിച്ചിരുന്നത്. കിഫ്ബി പദ്ധതികൾക്കായിട്ട് എടുത്ത വായ്പകളുടെ തിരിച്ചടവാണ് പുതിയ സർക്കാരിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളികളിലൊന്ന്. 2026 മുതൽ 2031 വരെയുള്ള 5 വർഷക്കാലം 16,600 കോടിയോളം രൂപ കിഫ്ബി വായ്പകളുടെ തിരിച്ചടവിനായിട്ട് സർക്കാർ ചിലവിടേണ്ടി വരും എന്നാണ് കണക്ക്. 5 വർഷം ശരാശരി 3,300 കോടി രൂപയോളം ബാധ്യതയുണ്ട്. മോട്ടോർ വാഹന നികുതിയും ഇന്ധന സെസ്സുമായിരുന്നു പ്രധാന വരുമാന സ്രോതസ്സുകളെങ്കിലും സമീപകാലത്തായിട്ട് ഈ വരുമാനത്തിലും ഇടിവുണ്ടായിട്ടുണ്ട്. ഇതോടൊപ്പമാണ് തുടങ്ങിവെച്ച പദ്ധതികളുടെ ഭാവി എന്താകുമെന്ന ചോദ്യം. ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം വരെയുള്ള കണക്കുകൾ വെച്ച വിവിധ മേഖലകളിലായിട്ട് 1,156 പദ്ധതികളായിട്ട് 8,80,070 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് കിഫ്ബി ബോർഡ് ഇതുവരെ അംഗീകാരം നൽകിയത്. ഇതിൽ 21,881 കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തിയായി കഴിഞ്ഞു. 367 പദ്ധതികളായിട്ട് 24,014 പദ്ധതികൾ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലുമാണ്. തുരങ്കപാത ഉൾപ്പെടെയുള്ള തുടങ്ങിവെച്ച വൻകിട പദ്ധതികളുടെ തുടർച്ചയ്ക്ക് ഭരണമാറ്റം തടസ്സമാകില്ല എന്ന പ്രതീക്ഷയിലാണ് അധികാരം ഒഴിഞ്ഞവർ. ചീഫ് സെക്രട്ടറി പദവിയിൽ നിന്നും വിരമിച്ചതിന് പിന്നാലെ ഇതേ ശമ്പള സ്കെയിലിൽ കിഫ്ബി സിഇഒയുടെ കസേരയിലെത്തിയ KM എബ്രഹാം 8 വർഷമായിരുന്നു ഇതേ തസ്തികയിൽ പരമാധികാരിയായിട്ട് തുടർന്നത്. തെരഞ്ഞെടുപ്പിൽ LDFന് കനത്ത തിരിച്ചടി നേരിട്ടതിന് പിന്നാലെയായിരുന്നു പടിയിറക്കം. ഇതുൾപ്പെടെ കിഫ്ബിയിൽ നടത്തിയ പല നിയമനങ്ങളും വഴിവിട്ടതാണ് എന്ന വിമർശനവും പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. ഒടുവിൽ പിണറായി സർക്കാരിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി കിഫ്ബി അക്കൗണ്ടിൽ നിന്നും കോടികൾ ചെലവിട്ട് പ്രചാരണം നടത്തിയെന്ന വിമർശനവും പൊതുമധ്യത്തിലുണ്ട്. കിഫ്ബിയുടെ ഭാവിയുടെ കാര്യത്തിൽ പുതിയ മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെ നിലപാട് എന്താകുമെന്ന് ഇനി കണ്ടറിയണം തന്നെ വേണം. അഥവാ സതീശൻ സർക്കാർ ഈ കിഫ്ബിക്കെതിരെ കർശനമായ നടപടിയെടുത്താൽ കുടുങ്ങാൻ പോകുന്നത് പല ഉന്നത തലങ്ങളിലുള്ളവരാണെന്നും നമ്മൾ കണ്ടു തന്നെ അറിയണം.